നമസ്കാരം. ഒരു നാടിന്റെ പ്രയോറിറ്റി അറിയണമെങ്കിൽ ഇന്നലത്തെ ഗോവിന്ദച്ചാമിയുടെ സംഭവം ഒന്ന് അനലൈസ് ചെയ്താൽ മതി. ശേലിംഗം ആരംഭിക്കുന്നു. ഇന്നലെ പകൽ മുഴുവൻ എനിക്ക് കിട്ടിയ സന്ദേശങ്ങൾ, രാജ്യത്തിനകത്തെ പല സംസ്ഥാനങ്ങൾ അവരുടെ സാമ്പത്തിക വളർച്ച ഏത് ലെവലിലെത്തുന്നു, ഏത് സംസ്ഥാനത്തെ പിന്നിലാക്കി തുടങ്ങിയ കാര്യങ്ങളായിരുന്നു റിപ്പോർട്ടുകൾ അയച്ചു തന്നത്. അതോടൊപ്പം ദേശീയ തലത്തിൽ സംസ്ഥാന റാങ്കിംഗ്, പോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സംസ്ഥാന റാങ്കിംഗ് വന്നപ്പോൾ ഒരു സുഹൃത്ത്, കേരളം ആ ചിത്രത്തിലില്ലല്ലോ, 10 സ്ഥാനങ്ങളിൽ പോലും കേരളമില്ലല്ലോ, നിങ്ങൾ 1ാം സ്ഥാനമാണ് TRV എന്ന് പറയുമ്പോൾ കേരളം 10ാം സ്ഥാനത്ത് പോലും ഇല്ലല്ലോ എന്ന് പറയുന്ന ഒരു കുറിപ്പും അയച്ചു തന്നു. ഇങ്ങനെ ഇത് ആലോചിച്ചിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ നടപടി. ഗോവിന്ദച്ചാമിയുടെ കാര്യത്തിൽ എത്ര അടിയന്തരമായിട്ടാണ് മുഖ്യമന്ത്രി നടപടി സ്വീകരിച്ചിരിക്കുന്നത്. ഈ 25 ഒരു ദിവസം മുമ്പാണല്ലോ, 25/7/25 പുലർച്ചെ 1:15 ഗോവിന്ദച്ചാമി ജയിലിൽ ചാടുന്നത്. 26 അടുത്ത ദിവസം ഇന്നലെ 11:30 മുഖ്യമന്ത്രി അടിയന്തര മീറ്റിംഗ് വിളിക്കുകയാണ്. കൃത്യം 34 മണിക്കൂർ 15 മിനിറ്റിനകം ഗോവിന്ദച്ചാമി വിഷയത്തിൽ അടുത്ത നടപടി എന്താണ്, കാരണം ലോ ആൻഡ് ഓർഡർ ആകെ തകർന്നിരിക്കുന്നു, അടുത്ത നടപടി എന്താണ് എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ 34 മണിക്കൂറിനുള്ളിൽ മീറ്റിംഗ് വിളിക്കുന്നു. ഇവിടെ ഒരു ഗേറ്റ് തുറക്കാതെ 375 ദിവസമാകുന്നു. ഒരു കപ്പലിനെ അറസ്റ്റ് ചെയ്തിട്ടിട്ട് ഇന്ന് 19 ദിവസമാകുന്നു. മുഖ്യമന്ത്രിക്ക് അതൊന്നും അടിയന്തരമല്ല. ഗേറ്റ് തുറക്കുമെന്ന് വാഗ്ദാനം ചെയ്ത മന്ത്രിയോട് എന്തെങ്കിലും ഒരു മെമ്മോ, ഒരു വിശദീകരണം, നിങ്ങൾ എന്താണ് നടക്കാത്ത കാര്യം എന്തിനാണ് നിയമസഭയിൽ പറഞ്ഞ് എന്നെ പോലും പറ്റിച്ചത് എന്ന് തിരിച്ചു ചോദിക്കുന്നില്ല. അപ്പോ ഇതാണ് ഒരു സംസ്ഥാനത്തിന്റെ പ്രയോറിറ്റി. ആദ്യം ഗോവിന്ദച്ചാമിമാരെ സൃഷ്ടിക്കുന്ന സാമൂഹ്യ സാഹചര്യം ഉണ്ടാക്കുക, എന്നിട്ട് അവരെ കുറ്റവാളികളാക്കുക. അങ്ങനെ കുറ്റവാളികളാക്കി കഴിയുമ്പോൾ അവരെ പിടിച്ച് ജയിലിലിടുക. ജയിലിൽ അവർക്ക് മുട്ടയും മട്ടണും ഒക്കെ കൊടുത്ത് പെരുപ്പിക്കുക. അത് കഴിഞ്ഞിട്ട് അവർ ജയിലിൽ ചാടുക. അവരെ പിടിക്കാൻ കേരളത്തിലെ പോലീസുകാർ മുഴുവൻ പുറകെ ഓടുക. ഇതൊരു വല്ലാത്ത കോമഡി എന്ന് പറഞ്ഞാൽ കോമഡിക്ക് പോലും നാണക്കേട്. ഇങ്ങനെ ഒരു സംവിധാനമാണ് സംസ്ഥാന സർക്കാരിന്റെ പ്രയോറിറ്റി. അതിനുവേണ്ടി മുഖ്യമന്ത്രി അടിയന്തരമായി യോഗം വിളിക്കുന്നു. ജനങ്ങളുടെ ദൈനംദിന വിഷയത്തെ സംബന്ധിച്ച് ഇതുപോലെ എന്തെങ്കിലും ഒരു ധൃതി മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് കാണിക്കുന്നുണ്ടോ? 34 മണിക്കൂറിനകം അദ്ദേഹം ഒരു മീറ്റിംഗ് വിളിച്ച് വിശദീകരണം ചോദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നടപടികൾ വേഗത്തിലാക്കുന്നുണ്ടോ? ഞങ്ങൾക്ക് അതൊന്നും കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ നാട്ടിൽ ഗോവിന്ദച്ചാമിമാർക്ക് തന്നെയായിരിക്കും കൂടുതൽ പ്രാധാന്യം. പുര കത്തുമ്പോൾ വാഴ വെട്ടുന്നു എന്ന് കേട്ടിട്ടില്ലേ? ചിലര് നല്ലോണം വെട്ടുകയാണ് ഇപ്പോ. ഇവിടെ 1 സെന്റ് ഭൂമി എടുത്തിട്ടില്ല. ഈ തുറമുഖവുമായി ബന്ധപ്പെട്ട് 1 സെന്റ് ഭൂമി എടുക്കാതിരിക്കുമ്പോൾ കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ ഹൈവേ, ഇനി അതിലൂടെയാണ് കേരളം രക്ഷപ്പെടാൻ പോകുന്നത്. കൊച്ചി ബാംഗ്ലൂർ ഇൻഡസ്ട്രിയൽ ഹൈവേക്ക് വേണ്ടി 70 കോടി രൂപ അനുവദിച്ചു കഴിഞ്ഞു. 70 കോടി രൂപ. Kerala government has sanctioned rupees 70 crore to the Kinfra for land acquisition for the development of the Kochi-Palakkad high-tech industrial corridor. ഞങ്ങൾക്ക് യാതൊരു വിഷമവുമില്ല, നിങ്ങൾ 70 കൊടുക്കുക. 7 കോടിയെങ്കിലും തിരുവനന്തപുരത്ത് തുറമുഖവുമായി ബന്ധപ്പെട്ട് ഭൂമി ഏറ്റെടുക്കാൻ 7 കോടിയെങ്കിലും നിങ്ങൾ അനുവദിച്ചോ. ഇതൊരു കൊച്ചി സർക്കാരാണെന്ന് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നത്. അവിടെ രാജ്യരാമാനം ഫയലുകൾ നീക്കി വേഗത്തിലാക്കി ഇൻഡസ്ട്രിയൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഇൻഡസ്ട്രി വകുപ്പ് മന്ത്രിയും എല്ലാവരും ഒരേ തൂവൽ പക്ഷികളായി പ്രവർത്തിച്ചുകൊണ്ട് ഓട്ടവീണ ഖജനാവിൽ നിന്ന് അവസാനത്തെ നയാ പൈസയും അടിച്ചുപെറുക്കി എടുത്തുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുപോകും. ഇവിടെ കാൽക്കാശില്ല. ഇവിടെ ഔട്ടർ റിംഗ് റോഡിന് വേണ്ടി വിവരാവകാശം വെച്ച് ഒരാൾ ചോദിച്ചപ്പോൾ 2 കൊല്ലത്തിന് മുമ്പ് പറഞ്ഞ അതേ മറുപടി തന്നെയാണ് ഇവിടെ ഒന്നും സംഭവിക്കുന്നില്ല എന്നുള്ള മറുപടിയാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. ഇപ്പൊ തലസ്ഥാനത്തെ പ്രൊജക്ടിന്റെ കാര്യത്തിൽ ഇത്തരം നിസ്സംഗത തുടരുമ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? ഭൂമി ഇല്ലെന്നാണ്. കിൻഫ്രയ്ക്ക് ഭൂമി കിട്ടുന്നില്ല, KSIDCക്ക് ഭൂമി കിട്ടുന്നില്ല, വ്യവസായ വകുപ്പിന് ഭൂമി കിട്ടുന്നില്ല. നമ്മുടെ ചെറുപ്പക്കാരുണ്ട്, അവര് ട്രിൻഫ്ര എന്ന് പറഞ്ഞൊരു പ്ലാറ്റ്ഫോം ഏറ്റവും ഒടുവിൽ രൂപീകരിച്ചു. അവിടെ ടെക്നോ പാർക്കിന്റെ അടുത്ത് 100 ഏക്കർ
വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. ടെക്നോ പാർക്കിന്റെ അടുത്ത് 100 ഏക്കർ. പൂവാർ തുറമുഖത്തുനിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറം 260 ഏക്കർ. അടുത്തത് പോർട്ടിന്റെ അടുത്ത് 10 ഏക്കർ. അങ്ങനെ 370 ഏക്കർ അവരുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ആളുകൾ രജിസ്റ്റർ ചെയ്യുന്നു. ഇവിടെ സർക്കാർ പറയുന്ന ഭൂമി കിട്ടാനില്ല, ഭൂമി എടുക്കാൻ ആളില്ല. ഇത് തിരുവനന്തപുരത്തോടുള്ള ഈ അവഗണന തുടരുമ്പോഴാണ് ഇവിടെ 70-80 കോടി വെച്ച് ലാൻഡ് എടുത്ത് ബിനാമികൾക്കായിരിക്കാം, ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു സംശയമില്ല. ഈ പണമൊക്കെ എവിടെ പോകുന്നു? കോറിഡോറിന് വേണ്ടി നേരത്തെ ബിനാമികൾ ഭൂമി വാങ്ങിച്ചിടുക, അവർക്ക് അത്രയും പെട്ടെന്ന് അടിയന്തരമായി പണം റിലീസ് ചെയ്ത് കൊടുക്കണ്ടേ? എന്നാലല്ലേ നേരത്തെയുള്ള കരാറുകളൊക്കെ നമുക്ക് സാധിക്കാൻ പറ്റുകയുള്ളൂ. നിർഭാഗ്യവശാൽ അങ്ങനെയുള്ള ബിനാമികൾ തലസ്ഥാനത്ത് ഭൂമി വാങ്ങിച്ചു കാണില്ലായിരിക്കും. കാരണം അവരൊരിക്കലും ചിന്തിച്ചിട്ടില്ലല്ലോ ഈ തുറമുഖം ഇങ്ങനെ വരുമെന്നും ഇവിടെ 415 കപ്പലുകൾ അടുക്കുമെന്നും ആരും സ്വപ്നം കണ്ടിട്ടില്ല. ഒരു കാരണവശാൽ ഇത് നടപ്പാക്കില്ല എന്ന് പ്രതിജ്ഞ എടുത്തവർക്ക് ബിനാമി പേരിൽ ഇവിടെ ഭൂമി വാങ്ങിച്ചിടാൻ നേരം കിട്ടിക്കാണില്ല. അതുകൊണ്ടായിരിക്കാം തലസ്ഥാന നഗരിയോട് ഈ ചുറ്റമ നയം. നയം എന്തു തന്നെയായാലും ഞങ്ങൾ വളരും. ഞങ്ങൾ പതുക്കെയാണെങ്കിലും ഞങ്ങൾ വളരും. ഓരോ ചെറിയ കല്ലുകൾ പെറുക്കി വെച്ച് ഞങ്ങൾ വളർത്തിയെടുക്കും. ഈ പോർട്ടിനെ വളർത്തിയെടുക്കും, ഈ നഗരത്തെയും വളർത്തിയെടുക്കും, തലസ്ഥാന റീജിയനെയും വളർത്തിയെടുക്കും, കേരളത്തിനെയും വളർത്തും, ഇന്ത്യയും വളർത്തും. സർക്കാരിന്റെ സഹായമില്ലെങ്കിലും ഞങ്ങൾക്ക് അതൊക്കെ ചെയ്യാൻ അറിയാം. ഞങ്ങൾ അതിനുവേണ്ടിയുള്ള നിരന്തര പരിശ്രമമാണ്. അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നു പോകുന്ന കണ്ടെയ്നറുകളെ അന്വേഷിക്കുന്നത്. ട്രാക്കത്തോണിൽ 25ാമത്തെ കണ്ടെയ്നർ ട്രാക്ക് ചെയ്ത് തന്നത് ശ്രീനാഥാണ്. ശ്രീനാഥ് 24ഉം 25ഉം 2 കണ്ടെയ്നറുകൾ അയച്ചു തന്ന കൂട്ടത്തിൽ 2ഉം ആദ്യമായിട്ടാണ് കാട്ടുപള്ളി, അദാനി ഗ്രൂപ്പിന്റെ കാട്ടുപള്ളി പോർട്ടിൽ നിന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ മിക്കവാറും ബാഷ് എന്ന് പറയുന്ന കപ്പലിൽ പോർട്ട് ക്ലാങ്, സിംഗപ്പൂർ, അത് കഴിഞ്ഞിട്ടാണ് കാട്ടുപള്ളിയിൽ വന്നിരിക്കുന്നത്. മിക്കവാറും ചൈനയിൽ നിന്ന് വന്ന പോർട്ടുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സാധനങ്ങളായിരിക്കാം കാട്ടുപള്ളി പോർട്ട് വഴി TRVയിൽ എത്തിയിരിക്കുന്നത്. ആ 2 കണ്ടെയ്നറുകളാണ് ശ്രീനാഥ് ട്രാക്ക് ചെയ്ത് തന്നത്. അപ്പോൾ 25 കണ്ടെയ്നറുകൾ നമ്മൾ ഇതിനകം ട്രാക്ക് ചെയ്തു. ഈ മാസത്തെ വിജയിയെ പ്രഖ്യാപിക്കാൻ സമയമായിരിക്കുന്നു. സെയിലിംഗ് കമ്മിറ്റി ഒരു അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുന്നത് ഒരു ചെറിയ സമ്മാനം. കാരണം കണ്ടെയ്നർ ട്രാക്ക് ചെയ്ത് ലൈവായിട്ട് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യാൻ അവസരം ഉണ്ടാക്കി തരുന്ന ഒരു കണ്ടെയ്നർ കഥയാണ് വിജയിയെ തീരുമാനിക്കുന്നത്. ആ അർത്ഥത്തിൽ 30 മാസാവസാനം നമ്മൾ വിജയിയെ പ്രഖ്യാപിക്കും. അവർക്കുള്ള സമ്മാനം പ്രേക്ഷകർ ആരെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്യണമെന്നാണ് സെയിലിംഗ് കമ്മിറ്റിയുടെ അഭ്യർത്ഥന. ഇനി വന്നുപോയ കപ്പലുകൾ ഏതാണെന്ന് കൂടി നോക്കാം. സൈനിങ് ഓഫ്, എലിയാസ് ജോൺ.